നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും വലിയ ചർച്ചാ വിഷയമായി മാറിയ ഒരു രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ചാണ്. ആഗോള അയ്യപ്പ സംഘത്തിൽ നിന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പിന്മാറിയതിന് പിന്നാലെ രാഷ്ട്രീയ തന്ത്രങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും BJPയുടെയും ഈ വിഷയത്തിലെ ശക്തമായ നിലപാടുകളുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഘം വലിയ പ്രതീക്ഷയോടെയാണ് ഭക്തർ കണ്ടിരുന്നത്. ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി സർക്കാർ ക്ഷണിച്ചിരുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെയായിരുന്നു. കേരളത്തിന്റെ ദേവസ്വം മന്ത്രി VN വാസവൻ ചെന്നൈയിൽ എത്തി സ്റ്റാലിനെ നേരിട്ട് ക്ഷണിക്കുകയും ചെയ്തു. ഈ ക്ഷണം കേരള സർക്കാർ വലിയൊരു രാഷ്ട്രീയ നേട്ടമായൊക്കെ ഉയർത്തിക്കാട്ടാനും ശ്രമിച്ചു. എന്നാൽ ഈ നീക്കം BJPയുടെ ശക്തമായ പ്രതിരോധത്തിന് വഴിവെച്ചു. BJP ഈ വിഷയത്തിൽ വളരെ കൃത്യമായൊരു നിലപാടാണ് സ്വീകരിച്ചത്. അയ്യപ്പ ഭക്തരെയും ഹിന്ദു വിശ്വാസങ്ങളെയും തുടർച്ചയായി അവഹേളിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ഭക്തരുടെ സംഗമത്തിൽ എന്ത് കാര്യമെന്നാണ് BJP ഉന്നയിച്ചത്. കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ ശക്തമായൊരു മുന്നറിയിപ്പ് നൽകി. സ്റ്റാലിൻ ഈ പരിപാടിയിൽ പങ്കെടുത്താൽ തടയുമെന്ന് അദ്ദേഹം പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പിണറായി സർക്കാർ നടത്തിയ നീക്കങ്ങളും ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരെ ജയിലിലടച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനോടൊപ്പം തന്നെ BJP ഉയർത്തിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സ്റ്റാലിന്റെ മകൻ കൂടിയായ ഉദയനിധി സ്റ്റാലിന്റെ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള വിവാദ പ്രസ്താവനകളായിരുന്നു. സനാതനധർമ്മം ഡെങ്കിപ്പനിക്കും മലേറിയയ്ക്കും തുല്യമാണെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായതാണ്. ഇത്തരത്തിൽ ഹിന്ദു വിശ്വാസത്തെ ആവർത്തിച്ച് അവഹേളിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗം അയ്യപ്പ ഭക്തരുടെ സംഗമത്തിൽ പങ്കെടുക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് BJP ശക്തമായി വാദിച്ചു. ഈ വിഷയത്തിൽ BJP നിലപാടെടുത്തതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ഇടപെട്ടു. തമിഴ്നാട് BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. സ്റ്റാലിൻ പരിപാടിയിൽ പങ്കെടുത്താൽ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാൻ BJP തീരുമാനിച്ചു. ഈ നീക്കമാണ് യഥാർത്ഥത്തിൽ സ്റ്റാലിനെ പിന്നോട്ട് വലിച്ചത്. കേരളത്തിൽ പ്രതിഷേധമുണ്ടായാൽ അത് കേരള സർക്കാരിന് മാത്രമായിരിക്കും നാണക്കേട്. പക്ഷേ സ്വന്തം സംസ്ഥാനത്ത് പ്രതിഷേധങ്ങൾ ഉയർന്നാൽ അത് തമിഴ്നാട് സർക്കാരിനും സ്റ്റാലിനും വ്യക്തിപരമായി വലിയ തിരിച്ചടിയാകുമായിരുന്നു. ഒടുവിൽ സ്റ്റാലിൻ താൻ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു. തിരക്കുകൾ കാരണമാണ് പിന്മാറുന്നത് എന്നാണ് വിശദീകരണം. എന്നാൽ ഇതൊരു രാഷ്ട്രീയ തന്ത്രപരമായ പിന്മാറ്റമാണെന്ന് വ്യക്തമാണ്. സ്റ്റാലിന് പകരം തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാരായ PK ശേഖർ ബാബുവും പഴനിവേൽ ത്യാഗരാജനും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചു. ഈ സംഭവം BJPയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയ തന്ത്രങ്ങളുടെ വിജയം വ്യക്തമാക്കുന്നു. ഒരു വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കുകയും അത് ദേശീയ തലത്തിൽ ചർച്ചയാക്കുകയും ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ BJPക്ക് സാധിച്ചു. ഈ നീക്കം പിണറായി വിജയനും MK സ്റ്റാലിനും വലിയ തിരിച്ചടിയാണ് നൽകിയത്. ഭക്തരുടെ വികാരം മാനിക്കാതെ നടത്തിയ ഈ നീക്കം BJP സമർത്ഥമായി രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി. ഇത് ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള നീക്കമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സത്യമല്ലേ? ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണുവരെ നന്ദി.